എന്റെ ദൈവമേ, ലോൺ അടയ്ക്കാനുള്ള കാശിന് വേണ്ടി ഞാൻ കേറി ഇറങ്ങാത്ത വീടുകളില്ല. ഒരുത്തിയുടെ കയ്യിൽ ഒരു 10 പൈസ എടുക്കാനില്ല. ഞാൻ ആ ജലജയുടെ വീട്ടിൽ ചെന്ന് ഇച്ചിരി പൈസ ചോദിച്ചപ്പോ അവിടെ കയ്യിൽ ഇല്ലെന്ന്. പകരം ഈ ആന്തൂര്യത്തിന്റെ ചെടി തന്നിട്ട് പറയുക, ഇത് കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചാൽ മതി, ഐശ്വര്യവും വരും പണവും വരുമെന്ന്. ഇതൊക്കെ എന്തൊരു അന്ധവിശ്വാസമാണെന്ന് എനിക്കറിയത്തില്ല. അയ്യോ എന്റെ ദൈവമേ, ആ ലോണിന്റെ ആൾക്കാരായിരിക്കും. ഹലോ, ഇങ്ങോട്ടോ? വേണ്ട വേണ്ട, ലോണിന്റെ കാശുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരും. ഓ എന്റെ ദൈവമേ, ആ പെണ്ണുങ്ങളെല്ലാം കൂടി ഇപ്പൊ കേറി ഇങ്ങോട്ട് വരും. നിനക്ക് എന്നാത്തിനും സോക്കയാടി? മനുഷ്യരെ കിടന്ന് ഉറങ്ങാൻ നീ സമ്മതിക്കത്തില്ലയോ? അയ്യോ, അത് നശിപ്പിച്ച് നിങ്ങൾ ആ ആന്തൂരത്തിൽ കയറി ചവിട്ടി. ആരാണ് ഈ വൃത്തികെട്ട പണി ഈ വീട്ടിൽ കാണിച്ചു വെച്ചത്? ആ വാസുവിന്റെ 3 വയസ്സുള്ള ചെറുക്കനായിരിക്കും. നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടേടി അവനോട്, അല്ലെങ്കിൽ ഒരു സ്നാക്കെങ്കിലും മേടിച്ചിട്ടുകൂടെ? എന്റെ മനുഷ്യ, ഇത് വീട്ടിൽ കൊണ്ടുവച്ച ഐശ്വര്യം ഉണ്ടാകുമെന്ന്. ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചാൽ ഐശ്വര്യം ഉണ്ടാവൂടി? ആന്തൂര്യം ഒരു ചെടി. ചെടിയാ? ചെടിയായിരുന്നാ? ഈ ചെടിക്കൊക്കെ ഇങ്ങനൊക്കെ പേരിട്ടത് ആരാടി? നിങ്ങൾക്കറിയോ, ഈ വീട്ടിൽ തീ തിന്നാ ഞാൻ ജീവിക്കുന്നത്. അയ്യോ, ഇവിടെ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല, ഇവിടെ തീയാ വാരി തിന്നുന്നേ. എന്റെ വായിലിരിക്കുന്നൊന്ന് കേക്കരുത്. നിങ്ങളെ ഞാൻ എന്ന് കല്യാണം കഴിച്ചോ, അതാ എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ ചതി. നീയാടി എന്നെ ചതിച്ചത്. എടി, നിന്നെ പെണ്ണുകാണാൻ നിന്റെ വീട്ടിൽ ഞാൻ വന്നപ്പോ എന്തുവാ പൊട്ടിയൊക്കെ വാരി അടിച്ച് മേക്കപ്പെട്ട് ഇവിടെ ഇറങ്ങി വന്ന് ഞാൻ വിചാരിച്ച് യഥാർത്ഥത്തിൽ നിന്റെ കോലം ഇതായിരിക്കുമെന്ന്. പിന്നീടല്ലേടി എനിക്ക് മനസ്സിലായത്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കും മേക്കപ്പ് ഇട്ട പെണ്ണുങ്ങൾ ഒരേ കണക്കാടി. എടി, തേച്ചൊന്ന് ഒരക്കണം, യഥാർത്ഥ ഭൂതം വെളി വരും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഭൂതം. എന്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമായി ഇപ്പോഴും ആത്മഹത്യ ചെയ്യാതെ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത്, അറിയാമോ? ഇന്നേ വരെ എനിക്കോ എന്റെ കുടുംബത്തിനോ വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ മനുഷ്യ? ഇതാടി പറഞ്ഞ നന്ദി വേണമെന്ന്. നിന്റെ ചേട്ടത്തി ഒരുത്തി ഡിവോഴ്സ് ആയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഓർമ്മയുണ്ടോ? ഉണ്ടാടി നിനക്ക്? എടി, അവക്ക് പുനർവിവാഹം വേണമെന്ന് പറഞ്ഞ് ഞാനാണ് പത്രത്തിൽ പരസ്യം കൊടുത്തത്. നിങ്ങൾ പത്രത്തിൽ എന്തോന്നാ കൊടുത്തേ? സന്ധ്യ 30 വയസ്സ് കുട്ടികളില്ല, മറ്റു ബാധ്യതകളെ ഇല്ലെന്ന്. പത്രത്തിൽ എന്തോന്നാ വന്നേ? സന്ധ്യ 30 വയസ്സ് കുട്ടികളില്ല, ഒരു സാധ്യതയില്ലെന്ന്. അതൊരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയോ എന്റെ മിസ്റ്റേക്കാണ്. ആ ഒരു അക്ഷരം മാറിയതുകൊണ്ടാ ഇപ്പോഴും അവൾ ഈ വീട്ടിൽ കയറി നിൽക്കുന്ന, അറിയാമോ? ലോണിന്റെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഞാൻ എന്തോ വേണം? നീ ഒരു 1-2 അങ്ങോട്ട് അയ്യടാ, പുതിയത് എടുക്കാനല്ല, എടുത്ത ലോൺ തിരിച്ചടക്കാൻ അവര് വിളിച്ചത്. അയ്യോ, ഞാൻ ലോൺ എടുക്കുകയും വേണം, അത് തിരിച്ചടക്കുകയും വേണം. ഏതെങ്കിലും ഒരു വീടിന്റെ മുമ്പിൽ 3 പെണ്ണുങ്ങൾ കൂടി നിൽക്കുന്ന കണ്ടാ മതി, അപ്പൊ ഇങ്ങാരോടി അടുക്കളയിലോട്ട് കയറി വരും. എന്നിട്ട് മീൻ കഴുകിക്കൊണ്ടിരിക്കുന്ന എന്റെ മൂട്ടിലിട്ടൊരു തട്ട, എടുക്കടി ലോൺ, എടുക്കടി ലോൺ, എടുക്കടി ലോൺ. 1.5 ലക്ഷം രൂപ തിരിച്ചടക്കാൻ എന്ത് മനുഷ്യ? വടയല്ലടി വടി. ഈ അടവിന്റെ കാര്യം പറയുമ്പോ എനിക്ക് തലയ്ക്ക് പ്രാന്താ. ഇനി മേലാ ലോണിന്റെ ആൾക്കാരെങ്ങാണ് ഇവിടെ വരുമ്പം എന്റെ അടുത്ത് എടുക്കടി ലോൺ, എടുക്കടി ലോൺ, എടുക്കടി ലോൺ എന്ന് പറഞ്ഞങ്ങോട്ട് വന്നാ നോക്കിക്കോ, ആ പെണ്ണുങ്ങളെല്ലാം കൂടി ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും. ആ സ്റ്റീഫന്റെ ഭാര്യ വരൂ? അല്ല, പെണ്ണുങ്ങൾ എത്ര പേര് വരും, എത്ര ഗ്ലാസ് ചായ വേണം എന്നൊക്കെ നമുക്ക്. സ്റ്റീഫന്റെ ഭാര്യയോ? അതെ, സ്റ്റീഫന്റെ ഭാര്യ വന്നോട്ടെ. സ്റ്റീഫന്റെ ഭാര്യയോട് എനിക്ക് ചോദിക്കാനുണ്ട്. എന്തോന്ന്? സ്റ്റീഫന് സുഖമാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? അത് സ്റ്റീഫനോട് നേരിട്ട് അങ്ങ് ചോദിച്ചാ പോരെ? അവനോട് ഞാൻ മിണ്ടത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റീഫനോട് ചോദിച്ചു, എന്റെ സ്റ്റീഫ, നീ നാട്ടിൽ ഇങ്ങനെ ജോലി ചെയ്താൽ ശരിയാവുമോ? വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്, ഒരു 5-6 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാ പോരെ? പിന്നെ ഇനി അഥവാ എന്തെങ്കിലും എമർജൻസി അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇല്ലേടി ഇവിടെ ഓടിച്ചെല്ലാൻ. ഇത്ര ഞാനൊന്ന് പറഞ്ഞപ്പോ സ്റ്റീഫൻ എന്റെ അടുത്ത് ഒറ്റ വർത്തമാനം, നിന്റെ തന്തയല്ല എന്റെ തന്ത. നിങ്ങൾക്ക് അത് തന്നെ വേണം. രാവിലെ വയറ് വിശക്കുന്നു, നീ കിച്ചണിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടോ ചെല്ല്. അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് എന്തുവാ വേണ്ടേന്ന് പറ, അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തരാം. എന്റെ മോക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിണ്ടോ? വേണ്ട, എന്റെ പൊന്നിന് ഇഷ്ടമുള്ള എന്തുവാന്ന് പറ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തരും. പുട്ടുണ്ടാക്കും. വെള്ളം കുടിച്ച് ഉപ്പാട് വരുന്നില്ലയോ? പിന്നെ ഇടിയപ്പം ഉണ്ടാക്കടി. അതിന്റെ കുരുക്കൊക്കെ അഴിച്ചിട്ട് അത് എപ്പ തിന്ന് തീർക്കാനാ? ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്ക്. നെഞ്ചരിയത്തില്ലയോ? അത് വിട്, 2 ഇഡലി ഉണ്ടാക്കിക്കൊണ്ടു. ഇവിടെ 16 അടിയന്തരം നടക്കുന്ന ഇഡലി പുഴുങ്ങി തിന്നാൻ. പിന്നെ പൊന്നെ, എന്റെ മോക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കൊണ്ടു വാ. എനിക്ക് ചേട്ടൻ എന്ത് ഇഷ്ടമെന്ന് പറ, അത് ഞാൻ ഉണ്ടാക്കി തരും. നീ എനിക്ക് ഉണ്ടാക്കല്ലേ? നീ കുറെ നേരം അതുണ്ടാക്കി ഇതുണ്ടാക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് കയറി ഉണ്ടാക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞ അടുക്കളയിൽ എന്തായാലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ മനുഷ്യ? വല്ല പണിക്കിറങ്ങി പോ മനുഷ്യ. കർത്താവേ, ഇവിടെ തല വെള്ളടി വട്ടത്തേ ഉള്ളൂ.